ഇന്ന് വീക്കെൻഡ് സ്പെഷ്യലായിട്ട് അമ്മ കാര്യമായിട്ട് എന്തോ ഒന്ന് അടുക്കളയിൽ ഉണ്ടാക്കുന്നുണ്ട്. എന്തോ അല്ല, കുഴലപ്പമാണ്. അമ്മ മുമ്പേ പറഞ്ഞിരുന്നു ഇന്ന് കുഴലപ്പം ഉണ്ടാക്കണം എന്നുള്ളത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഞാൻ അടുക്കളയിലേക്ക് എത്തുമ്പോൾ തന്നേക്ക് അമ്മ ഈ ജാറിൻ്റെ അകത്ത്, മിക്സിയുടെ ജാറിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു 10 അല്ലിയോളം ഉണ്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും, പിന്നെ നമ്മുടെ തേങ്ങയും ചിരകി വെച്ചിരിക്കുക. ഇനി ഇത് തമ്മിൽ ഒരുമിച്ച് അരയ്ക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഈ ജാറിലേക്ക് ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ കൂടെ നമ്മൾ ഒരു സ്പൂണിൽ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. ഒരു സ്പൂൺ നിറച്ചില്ല, ഒരു പകുതി സ്പൂൺ ജീരകം ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ തേങ്ങ ചിരകിയത് ഒരു 6 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മളിതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് അരച്ചെടുത്തിരിക്കുകയാണ്. അതിനുശേഷം നമ്മളൊരു പാത്രത്തിലേക്ക് നമുക്ക് വേണ്ട അരിപ്പൊടി, നമ്മൾ എടുക്കുന്ന ഒരു 1.25 കപ്പ് അരിപ്പൊടി വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇവിടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കയ്യിൽ എന്തോ ഒരു അരിപ്പൊടി ഉണ്ടെന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മുന്നേ ഒരു ധാരണ വേണം എന്നുള്ളതാണ്. എൻ്റെ അമ്മ വിചാരിച്ചു കുറേ അരിപ്പൊടി ഇരിപ്പുണ്ടെന്ന്, പക്ഷെ അളന്ന് നോക്കിയപ്പോൾ 1.25 ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ 1.25 എടുത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ആക്ച്വലി അത് കൂടുതൽ ഉണ്ടാക്കാറുണ്ട്. എന്തായാലും 1.25 കപ്പ് അരിപ്പൊടിക്ക് നമ്മൾ 2.25 വെള്ളമാണ് ചൂടാക്കുന്നത്. അതിലേക്ക് ഉപ്പും ഒരു പൊടി ജീരകവും ഇട്ട് കഴിഞ്ഞതിന് ശേഷം വെള്ളം തിളയ്ക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരുന്ന തേങ്ങയുടെ മിക്സ് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യുക നല്ല പോലെ തിള വരുന്നിടം വരെ. അങ്ങനെ നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ അളന്ന് വെച്ചിരിക്കുന്ന അരിപ്പൊടി അതിലേക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്തു. എന്നിട്ട് നല്ലപോലെ നമ്മൾ അപ്പം തന്നെ ഇളക്കി, കട്ട കെട്ടാതെ ആ വെള്ളത്തിൽ തന്നെ നല്ല പോലെ ഇളക്കി ഏറെക്കുറെ ഒന്ന് മൊത്തം ഒന്ന് മിക്സായി വരുമ്പോഴത്തേക്കും നമ്മുടെ കറുത്ത എള്ള് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ 1 സ്പൂണോളം നെയ്യും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യും. തവി കൊണ്ട് തന്നെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത്. അടുപ്പിൽ തന്നെ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മിക്സായി വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് അതൊന്ന് തണുത്തിട്ട് വേണം ബാക്കി നമുക്ക് കുഴയ്ക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ മാറ്റി വെക്കുകയാണ്. അപ്പോൾ അത് തണുപ്പായി എന്ന് വെച്ചാൽ നമുക്ക് കൈകൊണ്ട് കുഴയ്ക്കാനുള്ള പരുവത്തിലേക്ക് അത് തണുത്തുന്നായിട്ടുണ്ടെങ്കിൽ കുഴയ്ക്കാൻ സൗകര്യമുള്ളൊരു പാത്രത്തിലേക്ക് അത് കുഴച്ച് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്കിനി കുഴലപ്പത്തിൻ്റെ അച്ചൊക്കെ റെഡിയാക്കാം. ഇതാണ് കുഴലപ്പത്തിൻ്റെ അച്ച്. അപ്പോൾ ഈ കുഞ്ഞച്ച് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന കുറ്റിയിലേക്ക്, നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുന്ന അതേ പ്രൊസീഡിങ്സ് ആണ് ബാക്കി, അതിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ആ മാവുണ്ടല്ലോ, അതിൽ നിന്ന് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പോലെ തന്നെ കുറേശ്ശെ എടുക്കുന്നു, നീളത്തിൽ ഉരുളകളാക്കുന്നു, അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ അത് ഫില്ലായി കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ തന്നെ ആ പ്രസ് ചെയ്യുന്ന അടപ്പ് ഭാഗം ഉണ്ടല്ലോ, അത് വെച്ചിട്ട് അടച്ചിട്ട് മുകളിലേക്ക് പ്രസ് ചെയ്ത് ഇങ്ങനെ ചുറ്റിച്ച് പ്രസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ആ അടപ്പ്. അപ്പോൾ ഇത് നമ്മൾ മുറുക്കിയെടുക്കും. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. എന്നിട്ട് നമ്മൾ ഈ തിളച്ച എണ്ണയുടെ മുകൾ വശത്ത് കൊണ്ടുവന്നിട്ട് ഇതുപോലെ പ്രസ് ചെയ്തിട്ട് ആ മാവ് ഇങ്ങനെ കുഴൽ ഷേപ്പിൽ താഴേക്ക് വരുമ്പോൾ നമ്മളതെടുത്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് വറക്കുന്നു എന്നുള്ളതാണ് സംഭവം. അങ്ങനെ നമ്മൾ ഒഴിക്കുന്ന എണ്ണ പോലെയാണ്. നമ്മുടെ വീട്ടിൽ എണ്ണ വളരെ കുറച്ചേ ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് പരമാവധി കുറച്ച് എണ്ണയിൽ എത്ര ഉണ്ടാക്കാൻ പറ്റും എന്ന് നോക്കിയിട്ടാണ് ബാക്കി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ലാസ്റ്റ് കുറച്ച് എണ്ണ കൂടി ഇട്ട് കൊടുക്കും എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഏതാണ്ടൊരു 6 എണ്ണം നമുക്ക് ഈ എണ്ണയിലിട്ട് വറക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. ലാസ്റ്റായപ്പോൾ ഒരു ഇച്ചിരിയും കൂടി എണ്ണ ഒഴിക്കേണ്ടി വന്നു. ഓക്കെ, അപ്പോൾ അതിങ്ങനെ തിളക്കട്ടെ. നല്ല തിളച്ച എണ്ണയിൽ ഏറെക്കുറെ ആയി കഴിയുമ്പം നമ്മൾ മറുവശം ഇട്ട് കൊടുക്കുന്നു. അപ്പം ഈ ഒരു കളർ, ഇത്രയൊക്കെ കുഴലപ്പത്തിന് കളർ വേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നമ്മളത് വേറൊരു സ്പൂണിലേക്ക് കോരി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ എന്തിനാണ് രണ്ടാമത്തെ തവി എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ഞാൻ അമ്മയോട് ചോദിക്കുകയും ചെയ്തു. പിന്നെ എന്തോ അതിനകത്ത് ഇച്ചിരി മുങ്ങിപ്പോയി, കുഴപ്പമൊന്നുമില്ല. നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ ഒരു ടിഷ്യൂ പേപ്പറും പാത്രവും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഇടുന്നു, എണ്ണ നന്നായിട്ട് വാർന്നു വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ പരിപാടി നമ്മൾ ഉണ്ടാക്കി കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് അല്പം പഞ്ചസാര പാനി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് നമ്മളത് അടുപ്പിലേക്ക് വെച്ച് ചൂടാക്കും. ആ ചൂടാക്കിയ പഞ്ചസാര പാനിയിലേക്ക് നമ്മൾ വീണ്ടും നമ്മുടെ കുഴലപ്പം ഇട്ട് കൊടുക്കുകയാണ്. ഇത് ഓരോ സെറ്റായിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കുഴലപ്പം ഉണ്ടാക്കി വെച്ചിരുന്നത് ഇതിലേക്ക് ഇട്ടിട്ട് ഈ പഞ്ചസാര പാനിയുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുള്ളതാണ്. ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും ഈ പഞ്ചസാര പാനി മിക്സ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഏതായാലും സൗകര്യത്തിന് ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ഫുൾ ഇതുമായിട്ട് മിക്സായി വന്നു എന്ന് കഴിയുമ്പം നമ്മുടെ മൊത്തം കുഴലപ്പം ഇത്രയായിരുന്നു ഉണ്ടായിരുന്നത്. ഞാനാണ് വീട്ടിലെ ഒഫീഷ്യൽ ഫുഡ് ടെസ്റ്റർ. അതുകൊണ്ട് ഞാനിനി ഒന്ന് കഴിച്ചു നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. നല്ല ക്രിസ്പി. ചെറിയ മധുരം. സന്തോഷമായി അമ്മയ്ക്ക്.